കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് ഏരിയാസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് അവസാനിച്ചത് ഒരു 4 അപ്രോച്ചുകളെ പേര് പറഞ്ഞിട്ട് നമ്മളത് ലാസ്റ്റ് ക്ലാസ് വൈൻഡപ്പ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ള ആ 4 അപ്രോച്ചുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത്. അതിന് മുന്നേ നമ്മൾ ഈ ക്ലാസ്സുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു സ്ലൈഡിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ 4th എഡിഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ സിലബസിൻ്റെ അകത്ത്, യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ അകത്ത് അവിടെ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 3rd എഡിഷനാണ്. നമുക്ക് മുന്നോട്ടുള്ള എഡിഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുതിയ എഡിഷനിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പം ലേറ്റസ്റ്റ് എഡിഷൻ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 എഡിഷനും ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 എഡിഷനും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചേഞ്ചസ് എന്നല്ലാതെ വലിയ വ്യത്യാസങ്ങൾ ഇല്ല. നിങ്ങൾ 3rd എഡിഷൻ ഫോളോ ചെയ്താലും 4th എഡിഷൻ ഫോളോ ചെയ്താലും നിങ്ങളെ സിലബസ് കവർ ചെയ്ത് പോകുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. പറ്റുന്ന ആൾക്കാർ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ 4 അപ്രോച്ചുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആക്ടിങ് ഹ്യൂമൺലി, തിങ്കിങ് ഹ്യൂമൺലി, ദെൻ ആക്ടിങ് റേഷണലി, ദെൻ തിങ്കിങ് റാഷണലി. ഇങ്ങനെ 4 അപ്രോച്ചുകളുടെ പേര് മാത്രം പറഞ്ഞു വെച്ചിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യത്തെ അപ്രോച്ചായ ആക്ടിങ് ഹ്യൂമൺലി, അതായത് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്ന ആക്ടിങ് ഹ്യൂമൺലി എന്ന് പറയുന്ന അപ്രോച്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു ടേമിൻ്റെ അർത്ഥം, നമ്മൾ 4 അപ്രോച്ചുകളാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് അപ്രോച്ചാണ് ഈ ആക്ടിങ് ഹ്യൂമൺലി ദ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ആക്ടിങ് ഹ്യൂമൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ടിങ് ഹ്യൂമൺലി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന പോലെ സിംപ്ലി ഡയറക്റ്റ് മലയാള ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ മാനുഷികമായിട്ട് പ്രവർത്തിക്കുക എന്നൊരർത്ഥമാണ് ആക്ടിങ് ഹ്യൂമൺലി എന്ന് പറയുന്ന വാക്കിനുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്നാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനൊക്കെ വരാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു വാക്ക്, ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതിന് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ചില വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റയൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ടൊക്കെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ അവിടെ ഒരു ഇങ്ങനെ കാണാം, നമുക്ക് ക്യാപ്ച എന്ന് കാണാം, CAPTCH ക്യാപ്ച. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത്തരം പാറ്റേണുകൾ, അപ്പം അങ്ങനെ ക്യാപ്ചനെ ബേസ് ചെയ്തിട്ട് ചില എന്ത് ഉണ്ടാവും അവിടെ, അതിൻ്റെ അകത്ത് ചില പാറ്റേണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കി ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് അടിക്കണം അല്ലേ. അപ്പോൾ എന്താണ് ഈ ക്യാപ്ച കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്തിനാണ് ആ ക്യാപ്ചൻ്റെ ആവശ്യം ഇവിടെ? ഈ ക്യാപ്ച എന്ന് പറയുന്ന വാക്ക് അതിനൊരു ഫുൾ ഫോം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്ചൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടർ ആൻഡ് ഹ്യൂമൻ എ പാർട്ട്. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ക്യാപ്ച എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു ഹ്യൂമൺ അല്ലാതെ ചില സാധ്യതകളിൽ ഒരു ബോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്പാമിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പം അല്ലെങ്കിൽ എന്താണ് എന്താ പറയുക, നമുക്കൊരു ഡിഡിഒ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റംപ്റ്റ് ഒക്കെ അതിലേക്ക് വരാനും പിന്നെ ഡാറ്റാസൊക്കെ എടുത്തു കൊണ്ടുപോകാൻ സാധ്യതയൊക്കെ ഉണ്ട്.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്ച മെത്തേഡ് അവിടെ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുമ്പോഴും ചില ഫോമിൽ സബ്മിറ്റും ഒക്കെ നമ്മളിത് കാണുന്നതാണ്. ഓക്കെ, അപ്പം എന്തിനാണ് ഈ പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെയും ഹ്യൂമണിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെ, ഹ്യൂമൺ ആണ് ഇത് ഉപയോഗിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണിത്, അല്ലേ. അതുകൊണ്ടാണ് ഫുൾ ഫോം ആണ് കൊടുത്തത്, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടർ ആൻഡ് ഹ്യൂമൺ ഹെപ്പാർട്ട്. അതായത് കമ്പ്യൂട്ടറിനെയും ഹ്യൂമണിനെയും എന്താണ്, ഹ്യൂമൺ ആയിരിക്കണം ഈ സിസ്റ്റം ഉപയോഗിക്കേണ്ടത്, അല്ലേ. അല്ലാണ്ട് ഒരു ബോട്ട്നെറ്റുകളോ ബോട്ട്സ് ഒക്കെ വന്നിട്ട് ഇതിലേക്ക് സൈനപ്പ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, സൈനപ്പ് പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് കണ്ടമാനം മെയിൽ അക്കൗണ്ടൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. ഒരു ജിമെയിലിൻ്റെ അകത്ത് ഈ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഒരു ബോട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടാനുസരണം ജിമെയിൽ അക്കൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടെസ്റ്റ് അവിടെ വെക്കുന്നത്. അപ്പോൾ ട്യൂറിംഗ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു വാക്കാണ്. നമുക്ക് ഹ്യൂമൺ ആണോ സിസ്റ്റം ആണോ എന്നുള്ളൊരു ഒരു ടെസ്റ്റിങ്, മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഈ ട്യൂറിംഗ് ടെസ്റ്റ്, നമ്മൾ ആക്ടിങ് ഹ്യൂമൺലി ഇത് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച്, അതിൻ്റെ അകത്ത് എന്താണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുള്ള ക്യാപ്ചയായിട്ടുള്ള ഒരു സിമിലാരിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, ഒരു മെഷീന് ചിന്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഫിലോസഫിക്കൽ വേഗ്, അതായത് വേഗ് മീൻസ് വ്യക്തതയില്ലായ്മ, വേഗ് VAUG വേഗ്. ഓക്കെ, അപ്പം ഒരു മെഷീന് ചിന്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള വേഗ്, അതായത് വ്യക്തതയില്ലായ്മ ഒഴിവാക്കാൻ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1950 പ്രൊപ്പോസ് ചെയ്ത തോട്ട് എക്സ്പെരിമെൻറ്റിനെയാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ, അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇത് എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ചത്. എന്തിനു വേണ്ടിയിട്ട്, ഒരു മെഷീനിന് ചിന്തിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ എക്സിസ്റ്റ് ആണ് ആ കാലഘട്ടത്തിൽ. 1950 കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെഷീന് ചിന്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള വേഗ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വ്യക്തതയില്ലായ്മ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1950 പ്രൊപ്പോസ് ചെയ്ത തോട്ട് എക്സ്പെരിമെൻ്റ് ആണ് ആക്ച്വലി ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലൻ ട്യൂറിങ്ങിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ കോൺസെപ്റ്റ്, ഇവിടെ ഒരു ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഐഡിയ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതിനൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു എന്താണ് ഒരു വാൾ പോലെ ഉണ്ട്. ഈ സൈഡിൽ ഒരു ഹ്യൂമൺ ഇൻട്രോഗ്രേറ്റർ ഉണ്ട്, ഈ വാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹ്യൂമൺ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ സിസ്റ്റം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു ഹ്യൂമൻ ഇൻട്രോഗേറ്റർ, അതായത് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഹ്യൂമൻ ഇൻട്രോഗേറ്റർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഉത്തരം, ഇയാളുടെ പർപ്പസ് വെച്ചാൽ ഹി വിൽ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് തിരിച്ച് കിട്ടുന്ന ഉത്തരം കണ്ടാൽ അത് ഒരു കമ്പ്യൂട്ടറിൻ്റെ റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ റെസ്പോൺസ് ആണോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ കമ്പ്യൂട്ടർ ആ ടെസ്റ്റ് പാസ്സായി എന്നാണ് അർത്ഥം. ഒന്നുകൂടെ പറയാം. അതായത് ഈ ഇൻട്രോഗേറ്റർ എന്ത് ചെയ്യും, തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഇയാൾ നൽകുന്ന ചോദ്യത്തിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ ഹ്യൂമണും സിസ്റ്റവും. ഓക്കെ, ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വരുന്ന തിരിച്ച് കിട്ടുന്ന ഉത്തരം ഇയാൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറിൻ്റെ റെസ്പോൺസ് ആണോ മനുഷ്യൻ്റെ റെസ്പോൺസ് ആണോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം അയാൾ നേരിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ സിസ്റ്റം, ഓക്കെ, കമ്പ്യൂട്ടർ ആ ടെസ്റ്റ് പാസ്സായി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യകർത്താവിന് ഏതാണ് ഹ്യൂമൺ എന്നോ ഏതാണ് കമ്പ്യൂട്ടർ എന്നോ ഉള്ളൊരു മുൻധാരണ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇതിന് ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ക്വസ്റ്റ്യനുകൾക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. അത് ഹ്യൂമൺ നൽകുന്ന റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നൽകുന്ന റെസ്പോൺസ് ആണോ എന്ന് ഇയാൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് അയാൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അടിസ്ഥാനത്തിൽ ഇതിന് റെസ്പോൺസുകൾ വരുന്ന സമയത്ത് ആ റെസ്പോൺസുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വന്ന റെസ്പോൺസ് കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് വന്ന റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഹ്യൂമൻ ബീയിൻ്റെ റെസ്പോൺസ് ആണോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ആ ടെസ്റ്റ് പാസ്സായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഐഡിയ. പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹ്യൂമണും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഇവിടെ എ സിസ്റ്റം എന്ന കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റവും ഒരു ഹ്യൂമണുമാണ് തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റിന് പങ്കെടുക്കുന്നത്. അപ്പം ഒരു ഹ്യൂമണും ഒരു എ സിസ്റ്റത്തിനെയും നമുക്ക് ഒരുമിച്ച് ഒരു ടെസ്റ്റിന് പങ്കെടുപ്പിക്കണമെങ്കിൽ ഹ്യൂമൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, എ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഹ്യൂമൺ ഒരു ക്വസ്റ്റ്യന് റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടാവും, പിന്നെ അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് മനസ്സിലുണ്ടാവും അല്ലെ, അങ്ങനെ കുറേ കാര്യങ്ങൾ അയാൾക്ക് ജന്മല നമുക്ക് കുറേ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളുമായിട്ടൊരു മെഷീന് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ മെഷീന് കോമ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മളവിടെ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് അല്ലേ. ഒരു പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നേരിടാൻ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്യാപ്പബിലിറ്റീസ് വേണം. ഓക്കെ, അതെന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ആണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പം ഒരു കുറച്ച് ക്യാപ്പബിലിറ്റീസ് പറയാൻ പോകും. ആ പറയുന്ന ക്യാപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്യൂറിംഗ് ടെസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നേരിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. അപ്പം അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ട ഒരു ക്യാപ്പബിലിറ്റിയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കൊണ്ടൊന്നുമില്ല, ഒന്നും അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഹ്യൂമൻ ലാംഗ്വേജിൽ അവയ്ക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മളെ ലാംഗ്വേജിലും അവയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി കമ്പ്യൂട്ടറിന് ആവശ്യം വരുന്നത് അല്ലേ. നമ്മൾ അല്ലേ കമ്പ്യൂട്ടറും ഒരു ഹ്യൂമണാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് അല്ലേ. അപ്പം ഹ്യൂമൺ ക്വസ്റ്റ്യൻ കിട്ടുന്നത്, ഹ്യൂമൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലാണ് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ ഒരു മെഷീൻ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഈ നാച്ചുറൽ ലാംഗ്വേജിനെ ഹ്യൂമൻ ലാംഗ്വേജ് അവയ്ക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് ക്യാപ്പബിലിറ്റി സിസ്റ്റത്തിന് വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ട ഒന്നാമത്തെ ക്യാപ്പബിലിറ്റിയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ലാംഗ്വേജിൽ ഈ മെഷീനുകൾക്കും എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റി കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടു എനേബിൾ ഇറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി ഇൻ ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തത്. അപ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്, പക്ഷേങ്കിൽ നമ്മളിപ്പം ലേറ്റസ്റ്റ് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് പുറമെ ബാക്കിയുള്ള പല ഭാഷകളിലും ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ മേഖലകൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാലഘട്ടത്തിൽ. ഇനി നമുക്ക് രണ്ടാമത് വേണ്ട സിസ്റ്റത്തിന് വേണ്ട, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ട്യൂറിംഗ് ടെസ്റ്റ് നേരിടാൻ വേണ്ടിയിട്ട് രണ്ടാമത് വേണ്ട ക്യാപ്പബിലിറ്റിയാണ് നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ? അവിടെ കൊടുത്തിരിക്കുന്നത് ടു സ്റ്റോർ വാട്ട് ഇറ്റ് നോസ് ഓർ ഹിയർ. അതായത് കമ്പ്യൂട്ടറിന് അറിയുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോളജ് റെപ്രസെൻറ്റേഷൻ ക്യാപ്പബിലിറ്റി ആവശ്യം വരുന്നത്. അതായത് നമ്മൾ ഇന്റേണൽ മെമ്മറിക്കകത്തത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം അല്ലേ. അത് കേൾക്കുന്നതും അതുപോലെ അതിനറിയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ ക്യാപ്പബിലിറ്റി കമ്പ്യൂട്ടറിന് നമ്മളെ പോലെ തന്നെ വേണം അല്ലെ. നമുക്ക് അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടല്ലേ, നോളജിനെ നമ്മൾ ഇന്റേണലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അത് കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അറിവിലുള്ള കാര്യങ്ങളൊക്കെ അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നോളജ് റെപ്രസെൻറ്റേഷൻ ക്യാപ്പബിലിറ്റി വേണം. അപ്പോൾ ഇതാണ് രണ്ടാമത് വേണ്ട ക്യാപ്പബിലിറ്റി. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, രണ്ടാമത് വേണ്ടത് എന്താണ്, നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി മൂന്നാമത് വേണ്ട മൂന്നാമതായിട്ട് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് റീസണിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഓട്ടോമാറ്റഡ് റീസണിങ് എന്ന് നോക്കാം. അപ്പം ഈ ക്യാപ്പബിലിറ്റി ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനും പുതിയ നിഗമനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമായി വരുന്നത് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനും, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഹ്യൂമൻ ചെയ്യുന്ന കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതിയ നിഗമനങ്ങൾക്ക് എത്തും അല്ലേ. ആ പുതിയ നിയമത്തിനെ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ കൺക്ലൂഷനിലേക്ക് പുതിയ നിഗമനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നു അല്ലേ. അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു മെൻ്റൽ ക്യാപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ട ഒരു ക്യാപ്പബിലിറ്റിയാണ് ഓട്ടോമേറ്റഡ് റീസണിങ്. ഒന്നുമില്ല,
ക്വസ്റ്റ്യന് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാനും പുതിയ നിഗമനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഈ ഒരു ക്യാപ്പബിലിറ്റി ഇതിനു വേണ്ടി സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നാലാമത് വേണ്ട ക്യാപ്പബിലിറ്റിയാണ് മെഷീൻ ലേണിംഗ്. വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ മെഷീൻ ലേണിംഗ് ക്യാപ്പബിലിറ്റിയാണ് നമ്മുടെ സിസ്റ്റത്തിന് നാലാമതായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെഷീൻ ലേണിംഗ് ക്യാപ്പബിലിറ്റി? ഒന്നുമില്ല, പുതിയ ചുറ്റുപാടുകളെ അഡാപ്റ്റ് ചെയ്യാനും അതേപോലെ എക്സ്ട്രാപോളേറ്റ് പാറ്റേണുകൾ ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. ഓക്കെ, അതായത് എക്സ്ട്രാപോളേറ്റ് മീൻസ് അതായത് നമ്മൾ അറിയപ്പെടുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടാത്ത ഒന്നിനെ കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ എക്സ്ട്രാപോളേറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം അതായത് എന്താ പറയുക, നമുക്ക് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? ഓൾറെഡി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ അറിയാത്ത പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഓക്കെ, അപ്പം അറിയപ്പെടുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയപ്പെടാത്ത ഒന്നിന് എന്ത് ചെയ്യുന്നു, കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നു. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മെഷീൻ ലേണിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? അതായത് പാറ്റേൺ ഡിറ്റക്ട് ചെയ്യുന്നു, അതുപോലെ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യുന്ന കൂടാതെ എക്സ്ട്രാപോളേറ്റ് പാറ്റേണുകൾ എന്ന് ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടാത്ത ഒന്നിനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാനിപ്പോൾ തൊട്ട് മുമ്പേ ട്യൂറിംഗ് ടെസ്റ്റ് എന്താണ്, ഐഡിയ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ച ആ ട്യൂറിംഗ് ടെസ്റ്റിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ച് റിസർച്ചുകൾ ചേർന്നിട്ട് ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന പേരിൽ ഒരെണ്ണം പിന്നീട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നമ്മൾ അലൻ ട്യൂറിംഗ് പ്രപ്പോസ് ചെയ്ത ട്യൂറിംഗ് ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നു, ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ റിസർച്ചേഴ്സ് എന്ത് ചെയ്തു, ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന പേരിൽ ഒരെണ്ണം പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽ വേൾഡ്, നമ്മൾ റിയൽ വേൾഡിൽ എടുക്കുന്ന ഒബ്ജക്റ്റുകളും ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെസ്റ്റാണ് എന്ത് ചെയ്യും, ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സാവാൻ ചുരുക്കി പറഞ്ഞാൽ എന്ത് വേണ്ട വരും, ഒരു റോബോട്ട് വേണ്ട വരും. ട്യൂറിംഗ് ടെസ്റ്റ് നടത്താൻ ഈ പറഞ്ഞ കാപ്പബിലിറ്റീസ് വേണം. പക്ഷെ ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ നമുക്ക് ഒരു 2 എക്സ്ട്രാ കാപ്പബിലിറ്റീസ് കൂടെ ആവശ്യമായിട്ടുണ്ട്. ആ 2 എക്സ്ട്രാ കാപ്പബിലിറ്റീസ് ആണ് ഈ 5ാമതും 6ാമതുമായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ വിഷനും അതുപോലെ റോബോട്ടിക്സും. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് സ്പീച്ച് റെക്കഗ്നൈസേഷൻ ടു പെർസീവ് ദി വേൾഡ്. അതായത് വേൾഡിലെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, കമ്പ്യൂട്ടർ വിഷൻ വേണം. 6ാമത്തത് എന്താണ്, റോബോട്ടിക്സ്. റോബോട്ടിക്സിന് എന്തിനാണ്, ടു മാനിപ്പുലേറ്റ് ഒബ്ജക്റ്റ് ആൻഡ് മൂവ് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒബ്ജക്റ്റുകളിൽ മാറ്റം വരുത്താനും അതിനെ നീക്കി വെക്കാനും ഒക്കെ ഈ റോബോട്ടിക്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ 6 കാപ്പബിലിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിന് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടത്. അതിൽ ബേസിക് ആയിട്ട് വേണ്ട 4 കാപ്പബിലിറ്റീസ് പറഞ്ഞു. അതിനുശേഷം ടോട്ടൽ ട്യൂറിംഗ് ടെസ്റ്റ് ആയിട്ട് രീതിയിൽ പങ്കെടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ വിഷനും റോബോട്ടിക്സ് എന്ന് പറയുന്ന 2 എക്സ്ട്രാ കാപ്പബിലിറ്റീസ് കൂടെ നമ്മളെ സിസ്റ്റത്തിന് എന്തായിട്ട് വരും, ആവശ്യമായിട്ട് വരും. ഓക്കെ, നമ്മളെ കറൻറ്റ്ലിയുള്ള AI നിലകൊള്ളുന്നത് ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളും ചേർന്നുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലൈറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലൈറ്റിൻ്റെ അന്വേഷണം, അതായത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ച സ്റ്റോറിയൊക്കെ നമുക്കറിയാം അല്ലേ, വിമാനം കണ്ടുപിടിച്ച സ്റ്റോറിയൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലൈറ്റിൻ്റെ അന്വേഷണം വിജയിച്ചത് നമ്മളെ എൻജിനീയേഴ്സും അതുപോലെ നമ്മളെ ഇൻവെൻറ്റേഴ്സൊക്കെ പക്ഷികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് വിൻഡ് ടണൽ ഉപയോഗിക്കുകയും അതുപോലെ എയറോഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. കാരണം നമ്മളിതിനെ പക്ഷികൾ വർക്കുന്നത് നോക്കിയിട്ട് നമ്മൾ അതിനെ പോലെ ചിറകൊക്കെ വെച്ച് കുറേ ശ്രമങ്ങൾ പണ്ട് കാലത്ത് ഈ ഒരു എയറോപ്ലെയിൻ കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നിർത്തി വെച്ചതിന് ശേഷം പിന്നീട് എന്തിനെക്കുറിച്ച് പഠിച്ചു, പിന്നീട് വിൻഡ് ടണലും ഉപയോഗിക്കുന്നതും അതുപോലെ ഈ എയറോഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുകയോ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ വിജയിപ്പിച്ചത്. ഓക്കെ, അപ്പം അതേപോലെ ഇവിടെ AI റിസർച്ചേഴ്സ്
ട്യൂറിംഗ് ടെസ്റ്റ് പാസ് ചെയ്യാൻ എഫേർട്ട് ഇട്ടെങ്കിലും ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുക എന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇന്റലിജൻസ് പറഞ്ഞ ഐഡിയയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കുന്നതിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു മിമിക്കിംഗ് എന്ന് പറയുന്ന പക്ഷികൾ ഇത് കോപ്പി ചെയ്യുന്ന പക്ഷികളെ കോപ്പി ചെയ്യാനാണ് മനുഷ്യർ ആദ്യം ശ്രമിച്ചത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമില്ല. ഇവിടെ റിസർച്ചേഴ്സ് ട്യൂറിംഗ് ടെസ്റ്റ് പാസ് ചെയ്യാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുക എന്നതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതൊന്നും എന്താണ് നമ്മൾ പണ്ട് കാലത്ത് ഒരു എക്സ്പീരിയൻസിന്റെ ബേസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ഇന്റലിജൻസ് എന്ത് ചെയ്യണം, ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കേണ്ടതായിട്ട് ഈ ഒരു മേഖലക്കകത്ത് ഉണ്ട്. ഇതാണ് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേണ്ട ക്യാപ്പബിലിറ്റീസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ, ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ട്യൂറിംഗ് ടെസ്റ്റ് ഇല്ലാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ ഐഡിയയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. കാരണം മനുഷ്യൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഫിലോസഫിക്കൽ വെയ്ഗ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അലൻ ട്യൂറിംഗ് ഇത് കൊണ്ടുവന്നത് അല്ലെ. ഹ്യൂമൻസിനെ പോലെ മെഷീന് ചിന്തിക്കാൻ പറ്റുമോ എന്നൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ വെയ്ഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ്. അപ്പം ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്ന മേഖലയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ രണ്ടാമത്തെ അപ്രോച്ചിലേക്ക് പോവാം. തിങ്കിങ് ഹ്യൂമൻലി, ദ കോഗ്നിറ്റീവ് മോഡലിംഗ് അപ്രോച്ച്. അപ്പോൾ എന്താണ് തിങ്കിങ് ഹ്യൂമൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മാനുഷികമായിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പം ഒരു മനുഷ്യനെ പോലെ പ്രോഗ്രാം ചിന്തിക്കുന്നു എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മനുഷ്യനെ പോലെ പ്രോഗ്രാം ചിന്തിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ചിന്ത വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പം മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് പഠിക്കാൻ പ്രധാനമായിട്ട് നമുക്ക് 3 വഴികളാണുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ഒരു വഴിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴിയാണ് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് ബ്രെയിൻ ഇമാജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം. അപ്പം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ട്രൈങ് ടു ക്യാച്ച് അവർ ഓൺ തോട്ട് ആസ് ദേ ഗോ ബൈ. അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആത്മപരിശോധന എന്നാണ്. അതായത് നമ്മൾ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചിന്തയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വഴി എന്താണ്, ഈ ഇൻട്രോസ്പെക്ഷൻ എന്നാണ്. രണ്ടാമത്തെ വഴി എന്താ, ചിന്തയെക്കുറിച്ച് പഠിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്, സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ്. ഓക്കെ, അതായത് ഒന്നുമില്ല, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ. അതായത് ഒരു വ്യക്തിയുടെ എന്ത് ചെയ്യണം, ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ നമ്മൾ നിരീക്ഷിക്കുന്നു. ഒബ്സർവിങ് എ പേഴ്സൺ ഇൻ ആക്ഷൻ. അല്ലേ, ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താണ് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വഴിയാണ് ബ്രെയിൻ ഇമാജിങ് എന്ന് പറയുന്നത്. ഇപ്പം ബ്രെയിൻ ഇമാജിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ബ്രെയിനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിരീക്ഷിക്കണം. അപ്പം അവിടെ നിരീക്ഷിക്കുന്നത് ബ്രെയിനിനെയാണ്. ഒബ്സർവിങ് ദി ബ്രെയിൻ ഇൻ ആക്ഷൻ, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിനിനെ നിരീക്ഷിക്കൽ. അതാണ് ബ്രെയിൻ ഇമാജിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ മനസ്സിൻ്റെ സിദ്ധാന്തങ്ങൾ വേണ്ടത്ര നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നമുക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് എന്തായിരിക്കും സാധിക്കും അല്ലേ. മനസ്സിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിനെ നമുക്കറിയാം, പ്രോഗ്രാമിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വി വിൽ ഗിവ് സർട്ടൈൻ ഇൻപുട്ട് ആൻഡ് നമുക്ക് എന്ത് കിട്ടും,
അതിന് റിലേറ്റ് ചെയ്ത് ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം ഒരു പ്രോഗ്രാമിൻ്റെ ഇൻപുട്ട് ഔട്ട് ബിഹേവിയർ നമ്മൾ ഈ മനുഷ്യൻ്റെ ബിഹേവിയറുമായിട്ട് മാച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യനിലും പ്രോഗ്രാമിൻ്റെ മെക്കാനിസം ഓൾറെഡി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഈ ന്യൂറോ ഇമാജിൻ മെത്തേഡും അതേപോലെ മെഷീൻ ലേണിംഗ് ടെക്നിക്കും കമ്പൈൻ ചെയ്ത് മനസ്സ് റീഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയുടെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ന്യൂറോ ഇമാജിൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ന്യൂറോൺസ് നമ്മളെ ബ്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പം ഈ ന്യൂറോ ഇമേജിങ് മെത്തേഡും അതേപോലെ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പം നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിനെ റീഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയുടെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നമ്മളതിൻ്റെ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു മേഖല നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഇനി വീണ്ടും ഫർദർ ആയിട്ടുള്ള അതിൽ ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മളെ ഹ്യൂമൻ കൊഗ്നിഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു കണ്ടുപിടിച്ച ഈ ഒരു ക്യാപ്പബിലിറ്റി നമ്മളെ പിന്നീട് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കില്ലേ. മൈൻഡ് റീഡിങ് ക്യാപ്പബിലിറ്റി നമ്മൾ ആ ഒരു ടെക്നോളജി നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയത് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ മനസ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാനുള്ളൊരു സാധ്യത നമ്മളെ മുന്നിൽ ഇപ്പം തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പം അതാണ് തിങ്കിങ് ഹ്യൂമൺലി എന്ന് പറയുന്നത്, ദ കോഗ്നിറ്റീവ് മോഡലിംഗ് അപ്രോച്ച്. അപ്പം അതിൻ്റെ അകത്ത് 3 വഴികളാണ് പറഞ്ഞത്: ഇൻട്രോസ്പെക്ഷൻ, സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ്, ബ്രെയിൻ ഇമേജ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മളെ 3ാമത്തെ അപ്രോച്ചാണ്. അപ്പം 3ാമത്തെ അപ്രോച്ചിൻ്റെ പേരാണ് തിങ്കിങ് റാഷണലി, ദ ലോസ് ഓഫ് തോട്ട് അപ്രോച്ച്. എന്താണ് ഈ തിങ്കിങ് റാഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? തിങ്കിങ് റാഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിസഹമായി ചിന്തിക്കുക എന്നാണ്. ഓക്കെ, നമ്മളിപ്പം കേൾക്കുന്ന മലയാളത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഈ യുക്തി എന്ന് പറയുന്നത് അല്ലേ. യുക്തി. അപ്പം യുക്തിസഹമായി ചിന്തിക്കുന്നതാണ് തിങ്കിങ് റാഷണലി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോസ് ഓഫ് തോട്ട് അപ്രോച്ച് എന്നാണ് അല്ലേ. ലോസ് ഓഫ് തോട്ട്, ചിന്തയുടെ എന്താണ് നിയമം അല്ലേ. ലോസ് ഓഫ് തോട്ട് അല്ലേ. അപ്പം ചിന്തയുടെ നിയമം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന് നിയമം, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ച് നിയമം. ഇപ്പം എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ അകത്തുള്ള ലോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി അല്ലേ. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റിയുടെ നിയമം. ഇപ്പം ന്യൂട്ടൻ്റെ ഗ്രാവിറ്റിയുടെ നിയമം അനുസരിച്ചാണ് വസ്തുക്കൾ നമുക്കറിയാം അല്ലേ, ആ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണവും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ ഒരു ആപ്പിൾ വീഴുന്ന ഒരു സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ന്യൂട്ടൻ ഇങ്ങനെ ഒരു മരച്ചോട്ടിലിരിക്കുന്ന സമയത്ത് ആപ്പിൾ വീണു അല്ലേ. അപ്പം അവിടെ ന്യൂട്ടൻ കണ്ടുപിടിച്ചത് എന്താണ്, ഭൂമി ആപ്പിളിനെ ആകർഷിച്ചത് കൊണ്ട് ആണ് ആപ്പിൾ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമല്ല, ഇവിടെ ന്യൂട്ടൻ കണ്ടുപിടിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിപ്പം ആപ്പിളിനെ ആകർഷിച്ചത് കൊണ്ടാണ് ആപ്പിളിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ന്യൂട്ടൻ അവിടെ കണ്ടുപിടിച്ച കാര്യം, ഭൂമി ആപ്പിളിൻ്റെ മുകളിൽ എത്രത്തോളം ആകർഷണ ബലം ചെലുത്തുന്നുണ്ടോ അതേ ആകർഷണ ബലം തന്നെ ആപ്പിൾ ഭൂമിൻ്റെ മുകളിൽ ചെലുത്തുന്നുണ്ട് എന്നാണ് ന്യൂട്ടൻ കണ്ടുപിടിച്ചത്. ഈ ഒരു സാധനം നമ്മൾ തലകുത്തിയിരുന്നാലും നമുക്ക് ചിലപ്പോൾ അത് ഗ്രഹിച്ചെന്ന് വരില്ല. അപ്പം ബൈ ദ വേ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇപ്പം ഒരുപാട് ലോസ് നമുക്കറിയാം. അപ്പം നമുക്കറിയാം ഇപ്പം ആ ലോസ് ഫോളോ ചെയ്തിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യും അല്ലേ. ഇപ്പം ആകർഷണ ബലം എന്ന് പറയുന്ന ലോസ് ഫോളോ ചെയ്തിട്ടാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഇപ്പം ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച E=mc² അല്ലേ. E=mc² എന്ന് പറഞ്ഞാൽ എനർജിൻ്റെ റിലീസ് എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. എം മാസും സി എന്താണ് ലൈറ്റിൻ്റെ വെലോസിറ്റി, അതായത് 3 × 10⁻⁸ m/s. അപ്പം ഒരു എനർജി റിലീസ് ചെയ്യാൻ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് ലോസ് നമ്മളെ ചുറ്റുപാടും ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ഒരുപാട് ലോസ് ഉണ്ട് അല്ലേ. അപ്പം ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു നിയമമാണത്. അപ്പം ആ നിയമം ഫോളോ ചെയ്ത് അത് ഓൾവേസ് വർക്ക് ചെയ്യുള്ളൂ, അത് യൂണിവേഴ്സലാണ്. അപ്പം അതേപോലെ ചിന്ത എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ ലോസ് ഓഫ് തോട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ചിന്തയുടെ വർക്കിങ്ങിന് നിയമങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഈ ചിന്തയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തെ ഇതിൻ്റെ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അപ്പം അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് എന്താണ് ഈ റൈറ്റ് തിങ്കിങ്, എന്താണ് റൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് എന്ന കാര്യം കോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം അരിസ്റ്റോട്ടിൽ
ശരിയായ ചിന്ത എന്താണ് റൈറ്റ്. ഇവിടെ ഒരുപാട് നമുക്ക് എന്താണ് റൈറ്റ് തിങ്കിങ് ഒരു കാര്യം നമുക്ക് അറിയാനായിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം എങ്ങനെയാണ് അതൊരു തിങ്ക് റൈറ്റായി മാറുന്നത്, ഒരു ചിന്ത എങ്ങനെയാണ് ശരിയായ ചിന്തയായി മാറുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. നമ്മളിപ്പോൾ സിംപ്ലി ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. റൈറ്റ് തിങ്കിങ്ങിനെ കോഡിഫൈ ചെയ്യാൻ ആര് ശ്രമിച്ചു? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഗ്രീക്ക് ഫിലോസഫറാണ് അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റൈറ്റ് തിങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിഷേധിക്കാൻ ആവാത്ത ന്യായവാദം. നിഷേധിക്കാനാവാത്ത ന്യായവാദത്തിന് നമ്മൾ സാധാരണ റൈറ്റ് തിങ്കിങ് എന്ന് പറയാനുള്ളത്. അതായത് ഇതൊരു ഇറെഫ്യൂസബിൾ റീസണിങ് പ്രോസസ് ആണെന്ന് പറയാം. അതൊന്നുമല്ല ഇംഗ്ലീഷ് ടേം പറഞ്ഞെന്നുള്ളൂ. അത് നമ്മൾ പറയാം എന്താണ്? ഇറെഫ്യൂസബിൾ റീസണിങ് പ്രോസസ്, നിഷേധിക്കാനാവാത്ത ന്യായവാദം. അതിനെയാണ് നമ്മൾ റൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അവർ അന്ന് റൈറ്റ് തിങ്കിങ് കൊണ്ട് അവർ അന്ന് മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഫിലോസഫർ സില്ലോജിസം എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത് കേട്ടോ. സില്ലോജിസം. ഓക്കെ, സില്ലോജിസം നമുക്കിപ്പം പല എക്സാമുകൾക്കും ചോദിക്കുന്ന എക്സാമിനൊക്കെ ഉണ്ടാവാറുള്ള ഒരു ഏരിയയാണ് സില്ലോജിസം എന്ന് പറയുന്നത്. ഇപ്പം പ്രീമൈസസും അതുപോലെ കൺക്ലൂഷനൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ ചില ആൾക്കാർ അത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ സിലോജിസത്തിൻ്റെ ഐഡിയ ഒക്കെ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ സിലോജിസത്തിൻ്റെ ഒരു രീതി എന്ന് നോക്കാം. സിലോജിസത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, സിലോജിസം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അതിനെപ്പറ്റി ഒട്ടും ധാരണയില്ലാത്ത ആൾക്കാർക്ക് എന്താണ് സിലോജിസം എന്നത് ഒരു ഐഡിയ കിട്ടാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പം സിലോജിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആർഗ്യുമെന്റ് സ്ട്രക്ചറിന് പാറ്റേൺ കൊടുത്ത് അതിൽ നിന്ന് കറക്റ്റ് കൺക്ലൂഷൻ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സില്ലോജിസം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആർഗ്യുമെന്റ്സുകൾ ഉണ്ടാവും, ആർഗ്യുമെന്റ് സ്ട്രക്ചറിനെ നമ്മൾ പാറ്റേൺ ഫോമിലേക്ക് മാറ്റും, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു കറക്റ്റ് കൺക്ലൂഷനിലേക്ക് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പം അതിനാണ് നമ്മൾ സില്ലോജിസം എന്ന് പറയുന്നത്. രണ്ടായിട്ട് പ്രധാനമായിട്ടും ഒരു സില്ലോജിസിനകത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, പ്രീമൈസും അതേപോലെ കൺക്ലൂഷനും അതേപോലെ മേജർ ടേമും അതേപോലെ മൈനർ ടേം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സില്ലോജിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെ കാണും. പ്രീമൈസ് സാഹചര്യം അല്ലെ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം. അതുപോലെ അതിലൊരു ആ സെന്റൻസിന്റെ അകത്ത് ഒരു മേജർ ടേം ഉണ്ടാവും, മൈനർ ടേം ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ ഒരു സിലോജിസിന്റെ ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇതൊന്നും എക്സാമിൻ്റെ അകത്തില്ല, സിലോജിസം എന്താണ് പുതിയൊരു വാക്കാണെന്ന് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അതൊരു ബേസിക് കിട്ടാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാനിങ്ങനെ എഴുതാണ്, ഓൾ AR B and all CR A. അത് എല്ലാ എയും ബി ആണ്, അതുപോലെ എല്ലാ സിയും എ ആണ്. ഇതിൽ ഈ ഒരു രണ്ട് സെന്റൻസിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? അതുകൊണ്ട് സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ CR B, എല്ലാ സിയും എന്താണ്? ബി ആണ്. എല്ലാ എയും ബി ആണ്, അതുപോലെ എല്ലാ സിയും എ ആണെങ്കിൽ എന്താണ്? എല്ലാ സിയും എന്താണെന്ന് പറയാം, നമുക്ക് ബി ആണെന്ന് പറയാം. ഒന്നുകൂടെ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ആ സെന്റൻസ് വെച്ചോ. ഒന്നാമത് ഞാൻ പറയാണ്, ഓൾ മാമൽസ്, എല്ലാ സസ്തനികളും ആർ ആനിമൽസ്. രണ്ടാമത്തെ പറയാണ്, ഓൾ എലിഫൻസ്, എല്ലാ എലിഫൻസും എന്താണ്? ആർ മാമൽസ്. ഓൾ എലിഫൻസ് ആർ മാമൽസ്. ഇനി ഈ രണ്ട് കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം.
ദർഫോർ നമുക്ക് എന്ത് പറയാം, ഓൾ എലിഫൻസ് ആർ അനിമൽസ് എന്ന് പറയാം അല്ലേ. ഓൾ ദർഫോർ all elephants are animals. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ അല്ലേ. ഇതിനകത്ത് നോക്കുക, ഇവിടെ നോക്കുക, ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം, അതായത് ഓൾ SRB എന്ന് പറഞ്ഞ ആദ്യം കണ്ട ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയുള്ള മറ്റൊരു എക്സാമ്പിളാണ് അത്. ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ മാമൽസ് എന്ന് പറയുന്ന സാധനം എൻ്റെ A എന്ന് വെച്ചടാം. മാമൽസിനെ ഞാൻ A എന്ന് വിളിക്കുകയാണ്. ആനിമൽസിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്, B എന്ന് വിളിക്കുകയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ വായിക്കാം, ഓൾ SRB അല്ലേ. ഇനി എലിഫൻറ്റിനെ പുതിയൊരു ടേം വന്നിരിക്കുകയാണ്, എലിഫൻറ്റ്. നേരത്തെ വരാത്ത മറ്റൊരു ടേമാണ് ഇത്, എലിഫൻറ്റ്. ഓക്കെ, എലിഫൻറ്റിനെ ഞാൻ C എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി മാമൽസിന് ഓൾറെഡി ഞാൻ എന്ത് ലെറ്റർ വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്, A എന്ന് പറയുന്ന ലെറ്റർ വെച്ച് അസൈൻ ചെയ്തിട്ട്. സോ മാമൽസ് എങ്ങനെ വരും, A എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെയാവും, ഓൾ സീസ് ആർ A എന്നാവും അല്ലേ. അപ്പം മൂന്നാമത്തെ അർത്ഥം നോക്കിയേ, ഓൾസ്, പിന്നെ അങ്ങനെയാണെങ്കിൽ ഓൾ SRBയും അതേപോലെ ഓൾ സീസ് ആർ Aയും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓൾ സീസ് ആർ B എന്ന് പറയും അല്ലേ. ഓൾ എലിഫന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ട് C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അല്ലേ. എലിഫന്റിനെ C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. എനിമലിനെ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്, നമ്മൾ എനിമലിനെ B എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓൾ സീസ് ആർ B എന്ന് പറയും. അപ്പം ഇങ്ങനെ നമ്മൾ പ്രിമൈസസും ഇങ്ങനെയുള്ള പ്രിമൈസസും കൺക്ലൂഷനും മേജർ ടേം, ഇങ്ങനെ മേജർ ടേം മൈനർ ടേം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒന്നുമില്ല, നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രിമൈസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൺക്ലൂഷനിലേക്ക് എത്തും. ഓക്കെ, ഈ ഒരു മേഖലയാണ് നമ്മൾ സിലോജിസ് എന്ന് പറയുന്നത്. അപ്പം സിലോജിസം ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് റഫായിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സിലോജിസിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ വളരെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഫിലോസഫറാണ് ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു, ഞാനിപ്പോൾ കണ്ടുപോലെ ഇങ്ങനെ പോകുന്ന ഒരു പേപ്പറാണ് ഈ സിലോജിസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത്തരം ചിന്തയുടെ നിയമങ്ങളാണ് മനസ്സിൻ്റെ വർക്കിങ്ങിനെ തീരുമാനിക്കുന്നത്. അപ്പം അവർ ഈ ഒരു ടൈമിൽ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ അവരുടെ ഈ ഒരു പഠനം, ഇതിനെക്കുറിച്ചുള്ള ഈ പഠനത്തിനാണ് ലോജിക് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടാക്കുന്നത്. ലോജിക് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ ഈ ഒരു പഠനമായിരുന്നു. അപ്പം നമ്മൾ ഈ ലൊജീഷ്യൻസ് പറയുന്ന ആൾക്കാർ, അതായത് ലോജിക്കിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ, ലൊജീഷ്യൻസ് 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ വേൾഡിലെ ഈ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള, അതുപോലെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒരു എന്താണ്, ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അവിടെ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസൈസ് നൊട്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ലൊജീഷ്യൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ലോജിക്കുമായിട്ട് കാര്യങ്ങളൊക്കെ ലോജിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൊജീഷ്യൻസ് ഇത് 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ വേൾഡിലെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കും അതേപോലെ അവ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസൈസ് നൊട്ടേഷൻ ഡെവലപ്പ് ചെയ്തു. അതേപോലെ 1965 ആയപ്പോഴേക്കും നമ്മൾ ലോജിക്കൽ നൊട്ടേഷൻ വെച്ചിട്ട് എന്താണ് ഡിസ്ക്രൈബ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി, തത്വപരമായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം 19ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു എന്ത് ചെയ്തത്, റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഒരു നൊട്ടേഷൻ ഡെവലപ്പ് ചെയ്തത്. 1966 ആയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ലോജിക്കൽ നൊട്ടേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് എന്താണ് ലോജിക്കൽ നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് തത്വപരമായിട്ട് ഫിലോസഫിക്കലി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ കേട്ടിട്ട് ചെസ്സൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ചെസ് എന്ന് പറയുന്ന ഗെയിമിൻ്റെയും അതേപോലെ നമ്മളെ ഈ അരിത്തമാറ്റിക്കിൻ്റെ റൂളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം ആൾ ഇത്രയും മൂവ് ചെയ്യാൻ പാടുള്ളൂ, ആൾ എന്താണ് സ്റ്റാർട്ടിങ് എത്ര സ്റ്റെപ്പാണ് വെക്കുക, കുതിര എങ്ങനെയാണ് പോവുക, കുതിര L ഷേപ്പിലാണ് പോവുക, അതേപോലെ തേര് സ്ട്രെയിറ്റ് ആണ് പോവുക, ആന കോണാണ് പോവുക. അപ്പോൾ ഇങ്ങനെ കുറേ ചെസ്സിലെ റൂൾസൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെ അരിത്തമാറ്റിക്കിൻ്റെ റൂൾസും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ചെസ്സിൻ്റെയും അരിത്തമാറ്റിക്കിൻ്റെ റൂൾ അറിയുന്നത് പോലെ നമുക്കൊരു സിംപ്ലി ഒരു പൊളിറ്റിക്സിൻ്റെയും അതുപോലെ ഒരു വാർഫെയറിൻ്റെയും ഒക്കെ റൂൾസ് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, അവിടെയുള്ള ഒരു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആക്ച്വലി നമ്മൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന മേഖലയാണ്. അപ്പം നമ്മളെ വേൾഡിലെ ഈ ഒരു എന്താണ് നമ്മളെ ഈ റോ ആയിട്ടുള്ള പെർസെപ്ഷൻ ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഫ്യൂച്ചർ, ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണ് സാഹചര്യം, അത് വെച്ച് നമ്മൾ ഫ്യൂച്ചറൊക്കെ അല്ലേ പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ റോ പെർസെപ്റ്റൽ ഇൻഫർമേഷൻ നമ്മൾ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ
പ്രസൻറ്റ് ചെയ്യുന്ന നമ്മളെ റാഷണൽ തോട്ടിൻ്റെ ഒരു കോംപ്രഹെൻസീവ് മോഡൽ ഉണ്ടാക്കാനും നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണം, ഇൻ്റലിജൻ്റ് ബിഹേവിയർ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? നമ്മളെ റാഷണൽ ആക്ഷൻ്റെ തിയറി വേണം. റാഷണൽ ആക്ഷൻ്റെ തിയറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റലിജൻ്റ് ബിഹേവിയറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അതായത് നമ്മളെ റാഷണൽ തോട്ട് മാത്രം നമുക്ക് പോരാ, നമുക്ക് എന്ത് വേണം? റാഷണൽ ആയിട്ടുള്ള എന്ത് വേണം? ആക്ഷൻ കൂടെ വേണം. അതാണ് നമ്മളെ അടുത്ത അപ്രോച്ച്. അടുത്ത അപ്രോച്ചിൻ്റെ പേര് ആക്ടിങ് റാഷണലി ദ റാഷണൽ ഏജന്റ് അപ്രോച്ച് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വാക്കാണ് ഏജന്റ്. പുതിയൊരു വാക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നു. ഇനി അങ്ങോട്ട് നമ്മൾ പല സ്ഥലത്തും കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് ഈ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഏജന്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഏജന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, സംതിങ് ദാറ്റ് ആക്ട് എന്നാണ്. ഉണ്ടോ? എൻ ഏജന്റ് ഈസ് ജസ്റ്റ് സംതിങ് ദാറ്റ് ആക്ട്. ഓക്കെ, അപ്പം അതാണ് വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്ക് ഏജന്റ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? അഗർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും അല്ലേ? പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടർ ഏജന്റ് എന്ന് പറയുമ്പോൾ, ആ ഏജന്റ് നമ്മൾ കമ്പ്യൂട്ടർ ഏജന്റ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അതായത് അതിനെന്ത് ചെയ്യാൻ പറ്റണം? സ്വന്തമായിട്ട് അതുവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്വയം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? അതായത് ഓപ്പറേറ്റ് ഓട്ടോണിമസ്ലി. ഓക്കെ, അതേപോലെ അവയുടെ എൻവിറോൺമെൻറ്റുകൾ അതിനെന്ത് ചെയ്യാൻ പറ്റണം? പെർസീവ് ചെയ്യാൻ പറ്റണം. പെർസീവ് ദെയർ എൻവിറോൺമെൻറ്റ്. ഇനി മൂന്നാമത്തത് പെർസിസ്റ്റ് ഓവർ എന്താണ്? പ്രൊലോങ്ഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം? പെർസീവ് ചെയ്യാൻ പറ്റണം. അതേപോലെ അതിന് നിലനിൽക്കാൻ പറ്റണം, പെർസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് പിന്നെ എന്താണ്? അഡാപ്റ്റ് ടു ദി ചേഞ്ച്. അതായത് മാറ്റങ്ങളുമായിട്ട്, ചുറ്റുപാടുള്ള മാറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? പൊരുത്തപ്പെടാൻ പറ്റണം. അതേപോലെ ലാസ്റ്റ് വൺ, ക്രിയേറ്റ് ആൻഡ് പെർസ്യൂ ഗോൾ. അതായത് ഒരു ലക്ഷ്യം അത് നിർമ്മിക്കുകയും ആ ലക്ഷ്യത്തെ അത് പിന്തുടരുകയും വേണം. അപ്പം ഏജന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഈ റാഷണൽ ഏജന്റ് നമുക്ക് നോക്കാം. ഓക്കെ, റാഷണൽ എന്ന് പറയുന്ന വാക്കുകൂടെ ഏജന്റിന്റെ ഫ്രണ്ടിൽ ചേരുമ്പോൾ എന്താണ് അർത്ഥവ്യത്യാസം വരുന്നത് നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഐഡിയ ആണ് ഈ റാഷണൽ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റാഷണൽ ഏജന്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ആക്ട് ചെയ്തിട്ട് നമ്മളൊരു ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുന്ന ഏജന്റിനെയാണ് നമ്മൾ റാഷണൽ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. അതേപോലെ അസ്ഥിര സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത്, അത് അസ്ഥിര സാഹചര്യങ്ങളിൽ ബെസ്റ്റ് എക്സ്പെക്റ്റഡ് ഔട്ട്കം കൂടെ അത് തരണം. എന്നാലും ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റാഷണൽ ഏജന്റ് പറയൂ. അതായത് ഒന്നുമില്ല, ആക്ടിവിറ്റി ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുന്ന ഏജന്റ് നമ്മൾ റാഷണൽ ഏജന്റ് പറയുന്നത്. അപ്പം സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട് അസ്ഥിര സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ അതെന്ത് ചെയ്യണം? ബെസ്റ്റ് എക്സ്പെക്റ്റഡ് ഔട്ട്കം കൂടെ തരണം. അങ്ങനെയാണെങ്കിൽ അത്രയും ഏജന്റ് നമുക്ക് എന്ത് പറയാം? റാഷണൽ ഏജന്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടൂറിംഗ് ടെസ്റ്റിന് വേണ്ട എല്ലാ സ്കില്ലുകളും ഈ ഒരു ഏജന്റിന് റേഷണലി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നോളജ് റെപ്രസെൻറ്റേഷനും അതേപോലെ റീസണിങ്ങും ഏജന്റിനെ നല്ല തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നാച്ചുറൽ ലാംഗ്വേജിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസ് ആയിരിക്കണം നമ്മളവിടെ ജനറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെൻറ്റൻസ് നാച്ചുറൽ ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളായിരിക്കും. നമ്മളിപ്പം പറഞ്ഞ ഈ ലേണിംഗ് എന്ന് പറയുന്ന വാക്ക്, ലേണിംഗ് അല്ലേ, ലേണിംഗ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാനുണ്ട്. ഈ ലേണിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ലേണിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് പാണ്ഡിത്യം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, നമ്മൾ പുതിയൊരു ചുറ്റുപാടിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് എഫക്റ്റീവ് ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരു റോബോട്ടിനെ നമ്മൾ ഇവിടുന്ന് ഇപ്പം ചൊവ്വയിലേക്ക് കൊണ്ടുപോയി. അപ്പം ഭൂമിയിൽ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന റോബോട്ടായിരുന്നു, പെട്ടെന്ന് അത് പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ചുറ്റുപാട് അത് ലേൺ ചെയ്യണ്ടായിട്ടല്ലേ, അതിൻ്റെ ചുറ്റുപാടുള്ള ഈ ഒരു ഗ്രഹം, അതിൻ്റെ ഗോളം എന്തായിരിക്കും? ചിലപ്പം ആ ഗ്രഹങ്ങൾ മൊത്തം കറങ്ങി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചെടുത്ത് വരലായിരിക്കും അല്ലേ. അപ്പോൾ പുതിയൊരു സാഹചര്യങ്ങളിലേക്ക് അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ
അതിൻ്റെ ബിഹേവിയർ എന്ത് ചെയ്യണം, അത് അതിനനുസരിച്ചുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ലേണിംഗ് അവിടെ എന്ത് ചെയ്യേണ്ടത്, പുതിയ ചുറ്റുപാടിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ എഫക്റ്റീവ് ബിഹേവിയർ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് കൂടി ചെയ്യണം. അപ്പം ഈ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുതിയ സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ എഫക്റ്റീവ് ബിഹേവിയർ പിന്നെ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യലും അതേപോലെ എന്താണ് പാണ്ഡിത്യം മീൻസ് അതിൻ്റെ സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വേണം, എന്നാലും മാത്രമേ നമുക്ക് അതിനെ ലേണിംഗ് എന്ന് ഇവിടെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ മറ്റ് രണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് അപ്രോച്ചുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേഷണൽ ഏജന്റ് അപ്രോച്ചിന് പ്രധാനമായിട്ട് രണ്ട് മേന്മകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ലോസ് ഓഫ് തോട്ട് അപ്രോച്ചിനേക്കാൾ ഒന്നുകൂടെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ലോസ് ഓഫ് തോട്ട് അപ്രോച്ചിനേക്കാൾ ഒന്നുകൂടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഒന്നുകൂടെ നമുക്ക് അനുകൂലമായ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ഒരു റേഷണൽ ഏജന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ റേഷണാലിറ്റി എന്ന് പറയുന്ന സാധനം ഒരു സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കലി ഒരു വെൽ ഡിഫൈൻഡ് ആണ്. അതേപോലെ ഇതൊരു മുഴുവനായിട്ടും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഏജന്റിന്റെ ഡിസൈനൊക്കെ നമ്മൾ ഏജന്റിന്റെ ഡിസൈൻ സമയത്ത് ഏജന്റിന്റെ ഡിസൈനൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്കൊന്നുകൂടെ എളുപ്പമാവും കേട്ടോ. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് ഈ റേഷണൽ ഏജന്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഈ രീതി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് നമ്മളെ മുഴുനീളം നമ്മളെ ഈ ഒരു ഫീൽഡിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്ന ഫീൽഡിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അതായത് ഏജന്റ് ഡിസൈൻ ഒക്കെ വളരെ എളുപ്പമാകുന്നത് കൊണ്ടാണ് ഈ ഒരു രീതി. നമ്മൾ 4 അപ്രോച്ചുകളാണ് പറഞ്ഞത്. അപ്പോൾ 4 അപ്രോച്ചുകൾ ഈ രീതി ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മുഴുനീളെ ഈ ഒരു രീതിയുടെ റോള് പ്രധാനമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ 2 മേന്മകൾ. ഇപ്പോൾ പറഞ്ഞ 2 മേന്മകൾ ഉണ്ടാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മുഴുനീളമായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഈ റേഷണൽ ഏജന്റ് നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻ്റെ ബേസിലാണ് സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ ബിൽഡ് ചെയ്തത്. പിന്നീട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അതേപോലെ മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു അസ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ബെസ്റ്റ് എക്സ്പെക്റ്റഡ് ഔട്ട്കം തരുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എടുക്കാൻ പറ്റി. അപ്പം നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ ശരിയായി കാര്യം ചെയ്യുന്ന ഏജന്റിനെ കുറിച്ചുള്ള പഠനത്തിലും അവരുടെ നിർമ്മാണത്തിലുമാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖല പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറയുന്ന മേഖല പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ശരിയായ കാര്യം റൈറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റുമാരെ കുറിച്ചിട്ടുള്ള പഠനത്തിലും അത്തരം ഏജന്റുകളുടെ നിർമ്മാണത്തിലുമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖല പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ റൈറ്റ് തിങ് ടു ഡു, എന്താണ് ഈ റൈറ്റ് തിങ് ടു ഡു എന്ന് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു കാര്യം ശരിയാണ് എന്ന് പറയാം, അത് നമ്മുടെ ഏജന്റിന് നൽകുന്ന ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ ലക്ഷ്യം നമ്മളൊരു ഒബ്ജക്റ്റീവ് കൊടുക്കും. ആ ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ ശരിയായ റൈറ്റ് തിങ് ടു ഡു എന്ന് പറയുന്ന സാധനം. നമ്മൾ ഏജന്റിന് നൽകുന്ന ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ശരിയായ കാര്യം എന്താണെന്ന് അവിടെ നിർവചിക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു പൊതുമാതൃക നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പൊതുമാതൃക നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചൊരു മാതൃകയായതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം, സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് വിളിക്കാം. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് വിളിക്കാം. അപ്പം ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് മാത്രമല്ല ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡൽ ഉള്ളത്. നമുക്കത് കൺട്രോൾ തിയറീൻ്റെ അകത്തും അതേപോലെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ അകത്തും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്തും എക്കണോമിക്സിൻ്റെ അകത്തൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, കൺട്രോൾ തിയറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സാധാരണ കൺട്രോൾ തിയറി മീൻസ് ഇറ്റ്സ് ഒരു പ്രത്യേക വേറെ പേപ്പറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വേർ ദി കൺട്രോളർ മിനിമൈസ് എ കോസ്റ്റ് ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യും കൺട്രോളർ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൺട്രോൾ തിയറിൻ്റെ അകത്തുള്ളത്. അതുപോലെ രണ്ടാമത് നമുക്ക് അറിയുന്ന ഫീൽഡാണ് ഓപ്പറേഷണൽ റിസർച്ച്. ഓറിൻ്റെ പേപ്പറൊക്കെ പഠിച്ച കുട്ടികളുണ്ടാവും. ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്. എന്ത് ചെയ്യണം നമുക്ക്
സം ഓഫ് റിവാർഡ് എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. റിവാർഡിനെ മാക്സിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്തോ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് നമ്മൾ എന്താണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്, ദർ വിൽ ബി എന്താണ് ഡിസിഷൻ റൂൾസ് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ലോസ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാനുള്ള ഡിസിഷൻ റൂൾസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് എക്കണോമിക്സിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്നത്? എക്കണോമിക്സിൻ്റെ അകത്ത് എന്താണ്, വേറെ ഡിസിഷൻ മേക്കർ, ഒരു ഡിസിഷൻ മേക്കർ ഉണ്ടാവും. അതെന്ത് ചെയ്യും, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും, സം മെഷേഴ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ. അതായത് എക്കണോമിക്സ് കൊണ്ട് ഇത്രയും അർത്ഥമാക്കുന്നുള്ളൂ. വേറെ ഡിസിഷൻ മേക്കർ മാക്സിമൈസ് യൂട്ടിലിറ്റി ഓർ സം മെഷേഴ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് മോഡലിൽ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എപ്പോഴും ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക എന്നത് എന്തല്ല, ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഈ 4 മോഡൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ബെനിഫിഷ്യൽ മോഡൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് നോക്കാം.